നിങ്ങൾ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായി വലിയ ചർച്ചകൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. ആ ചർച്ചകൾ നടന്നത് കേരളം ഈ രാജ്യത്ത് തന്നെ മാതൃകയായ ആരോഗ്യ പുരോഗതി മുൻപോട്ട് പോയി എന്നുള്ളതാണ്. നോക്കൂ, ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന് തന്നെ നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി 4 വർഷവും കേരളം ഒന്നാമതാണ്. എല്ലാ മേഖലയിലും എടുത്തു പറയാൻ കഴിയുന്ന നേട്ടങ്ങൾ, ഇപ്പോ ജനകീയ പിന്നെ ആശുപത്രി മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ വലിയ മാറ്റം കൊണ്ടുവന്ന ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താൻ വലിയ സൗകര്യങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് വന്ന ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയായിരുന്നല്ലോ മുൻപ് UDF ഗവൺമെന്റ് ഭരിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി. അതൊക്കെ നമ്മളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ എന്തായിരുന്നു ഉണ്ടായതിൽ വന്ന മാറ്റം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻകാലങ്ങളിൽ നമുക്കറിയാം സ്വകാര്യ ആശുപത്രികളെ, ആ ആശുപത്രികളുടെ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അസാധാരണപ്പെട്ടവരാണ് അവര്, ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണപ്പെട്ടവരാണ് അവര്. ഈ പറഞ്ഞ പോലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? നിലവിൽ ഉള്ള നമ്മുടെ സർക്കാർ ആശുപത്രികളെ മെച്ചപ്പെടുത്താതെ, അതിന്റെ ആരോഗ്യ സംവിധാന മേഖലകളെ മെച്ചപ്പെടുത്താതെ അത് പുറകിലോട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ജനങ്ങൾക്ക് വലിയ വിശ്വാസം നിലവിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് മെഡിക്കൽ കോളേജിലായാലും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായാലും മറ്റെല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നല്ല സൗകര്യം. ഇപ്പൊ അവർ വീടിനടുത്ത് തന്നെ ആരോഗ്യ കേന്ദ്രം ഉണ്ടാവുകയാണ്. ഇതൊക്കെ ഈ കേരളത്തിലെ ഇടതുപക്ഷം പിന്നെ പ്രധാനമായും ഇവിടുത്തെ സാധാരണ ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മെഡിക്കൽ കോളേജിൽ കൂടുതൽ ആളുകൾ വരുന്ന സാഹചര്യത്തിലേക്ക് പോയി. മുമ്പ് 1800-ഉം 2000-ഉം വരുന്ന ആളുകളായിരുന്നു മെഡിക്കലിൽ എത്തിയിരുന്നുവെങ്കിൽ, തിരുവനന്തപുരം മെഡിക്കലിൽ എത്തിയിരുന്നെങ്കിൽ ഇന്നത് 3500-ഉം 4000 എന്നുള്ളതിൽ പ്രതിദിനം മാറുകയാണ്. അപ്പൊ അത്രത്തോളം വിശ്വാസം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ വിശ്വാസം അത് ഉണ്ടാക്കിയെടുത്തതാണ്, അത് നിലനിർത്തി പോകുന്നുണ്ട്. നിലവിൽ ആരോഗ്യമന്ത്രി തന്നെ അതിനെ വളരെ വിശദമായി ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചതാണ്. ഡോക്ടർ ഹാരിസിന്റെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ആ യൂറോളജിയിൽ ഉണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ ഒരു മെഷീൻ ഉണ്ടായ, താൽക്കാലികമായി ഉണ്ടായ ഒരു തകരാറ്, ആ തകരാറ് പരിഹരിക്കാൻ നമുക്കറിയാലോ, ഇപ്പൊ ആശുപത്രികളിലായാലും സർക്കാർ ഓഫീസുകളിലായാലും അവിടുത്തെ ഒരു ഉപകരണം എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള സമയം ചിലപ്പോൾ വേണ്ടിവരും. അതിനപ്പുറത്തേക്ക് കാലാകാലങ്ങളായി അതിനെ അങ്ങ് ഇല്ലാതാക്കിയിടുന്ന രീതിയല്ല. അവിടെ ഒന്നില്ലെങ്കിൽ മറ്റത് ഉപകരണം പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും ഈ കഴിഞ്ഞ വർഷം തന്നെ യൂറോളജിയിൽ നടന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം എന്ന് പറയുന്നത് 2898 ആണ്. ഈ വർഷം മെയ് മാസം വരെ നടന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1327 ആണ്. മെയ് മാസത്തിൽ മാത്രം ശസ്ത്രക്രിയകൾ 312 ആണ്. അങ്ങനെ ഈ ജൂൺ 25 വരെ നോക്കുകയാണെങ്കിൽ അത് 242 ആണ്. അങ്ങനെ അത്രയും ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് നന്നായി നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മുടെ ഇപ്പൊ ചില മാധ്യമങ്ങൾ, അങ്ങനെ തന്നെ എടുത്തു പറയേണ്ടി വരും, ചില മാധ്യമങ്ങൾ ബോധപൂർവം എന്തൊക്കെ നെഗറ്റീവ് ഈ ഗവൺമെന്റിനെ കുറിച്ച് കണ്ടെത്താൻ വേണ്ടി കഴിയുമോ ആ നെഗറ്റീവ് കണ്ടെത്താനുള്ള പരിശ്രമം ഇന്ന് ചില വലതുപക്ഷ മാധ്യമങ്ങളും ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷവും ഒക്കെ നന്നായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില വിഷയങ്ങളുടെ ഭാഗമായി കൂടി ഇതിനെ കണക്കാക്കേണ്ടി വരും. അവിടെ ഈ പറഞ്ഞതുപോലെ ഡോക്ടർ തുറന്നു പറഞ്ഞത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്തത് പ്രശ്നമല്ലേ. അദ്ദേഹം ഒരു സർക്കാർ ഭാഗത്ത് നിന്ന്, ഡോക്ടറെ സംബന്ധിച്ച് നമുക്ക് വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല, ഏറ്റവും നന്നായി ഇടപെടുന്ന ആളാണ് എന്നുള്ളത് സംബന്ധിച്ച് വലിയ അഭിപ്രായം ആ ഡോക്ടറെ കുറിച്ച് തന്നെ അവിടെയുള്ള ഡോക്ടർമാരുടെ ഇടയിൽ ഉൾപ്പെടെ ഉണ്ട്, തർക്കമില്ല. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും ഒരു മറുവശം എന്ന് പറയുന്നത്, സർക്കാർ ആശുപത്രികളിൽ അതിന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ, സർക്കാർ ശമ്പളം ഉൾപ്പെടെ അതിന് ഉൾക്കൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ആ മേഖലയിൽ വരുന്ന യോഗങ്ങളിലും അല്ലെങ്കിൽ അവിടെ അവർക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലകളിലുമാണ് ഇത്തരം വീഴ്ചകളെ സംബന്ധിച്ച്, ഇത്തരം കുറവുകളെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതും പരിഹരിക്കേണ്ടതും അതിന് അഭിപ്രായ പ്രകടനം നടത്തേണ്ടതും. അതൊരു പൊതുവേദിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കതിനെ സംബന്ധിച്ചു.